ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം തന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകും. ഇന്നത്തെ വചനം അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ ഈ വചനം മാറ്റി മറിക്കും. ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്താൻ കാരണം ഒരു ഫാമിലിയാണ്. ആ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടച്ച് ആ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം ഈ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുവാൻ ഇതിനു മുമ്പിൽ പണം മുടക്കിയ ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കണം. അവർ ഏതു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തോ ആ വിഷയത്തിന്മേൽ അത്ഭുതങ്ങൾ നടക്കണം. എന്നോട് ചേർന്ന് ജനലക്ഷങ്ങൾ പല രാജ്യങ്ങളിൽ ഇരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് നമ്മളോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതൊരു അത്ഭുതത്തിന്റെ ദിവസം അത്ര. നമുക്ക് കേൾക്കാം. 147 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും നമുക്ക് ശ്രദ്ധിക്കാം. 147 സങ്കീർത്തനം 3-ാം വാക്യം 13-ാം വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കി, മനം തകർന്നവരെ അവൻ സൗഖ്യം ആക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും അവൻ കെട്ടുകയും ചെയ്യുന്നു. 13-ാം വാക്യം. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അവൻ അനുഗ്രഹിച്ചിരിക്കും. ഒരിക്കൽ കൂടെ നമ്മളെ വായിച്ചു കേൾപ്പിക്കും. 147 സങ്കീർത്തനം 3-ാം വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കി. ഒന്ന്, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമുക്ക് ആ വാക്യത്തെ രണ്ടായിട്ടൊന്ന് കീറി മുറിക്കുന്നു. ഒന്ന്, സൗഖ്യം ആക്കുന്ന ദൈവം. സൗഖ്യം ആകണമെങ്കിൽ എന്ത് ചെയ്യണം? മനം തകരണം. ആമേൻ. രണ്ടാമത്തെ വാക്യം, മുറിവുകളെ കെട്ടുന്ന ദൈവം. നീ ജനിച്ച ദിവസം മുതൽ ഇന്നു വരെ ഉണങ്ങാത്ത മുറിവുകൾ നിനക്ക് വീണെങ്കിൽ അതിനെ കെട്ടാൻ ഒരാൾ തയ്യാറാണ്. മുറിവ് കെട്ടിച്ച് മാറി നിൽക്കുന്നവൻ അല്ല ദൈവം. നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അതിനകത്ത് നിന്റെ സന്തതിയെ എന്റെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. സാധാരണ ദിവസത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ദൂതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ ആ ദൂതിലേക്ക് ലയിച്ചു ചേരണം. എപ്പോഴും ഓർക്കണം, വചനം കേൾക്കുമ്പം ഉദാസീനതയോടെ വചനം കേൾക്കരുത്. ബ്രദർ, സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വചനം കേൾക്കാം എന്നല്ല. സ്തോത്രം. 10 മിനിറ്റ് ഇരിക്കാനാ വന്നേ, പക്ഷെ യോഗം കഴിഞ്ഞിട്ട് പോകുന്നില്ല. കാരണം വചനത്തിൽ നമ്മൾ ലയിച്ചു ചേരണം. ആമേൻ. നിങ്ങളോട് ദൈവം നേരിട്ട് ഇടപെടുകയാ. ശ്രദ്ധിച്ചിട്ടെ. 1-ാമത്തെ ഭാഗത്തിൽ പരിശുദ്ധാത്മാവ് കുറിക്കപ്പെട്ടിരിക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യം ആക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു സൗഖ്യം പ്രതീക്ഷിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്നത് ഇതിനകത്ത് നടന്നിരിക്കും. വേദപുസ്തകത്തിൽ സൗഖ്യം എന്നൊരു പദം കുറെ മാസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു, ഇതേ സ്റ്റേജിൽ ഞാൻ പ്രസംഗിച്ചെന്ന് യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 6-ാം വാക്യം വെച്ചാ പ്രസംഗിച്ചത്. നിങ്ങൾ ഓർക്കുന്നറിയത്തില്ല. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിന്നെ ഞാൻ സൗഖ്യം ആക്കും. 3 ഭാഗങ്ങളാണ്. ഒന്ന്, ഇതാ ഞാൻ രോഗശാന്തി എന്ന് പറഞ്ഞാൽ നിന്റെ രോഗത്തിന് ആദ്യം ഒരു ശാന്തി വരും. രണ്ടാമത്, രോഗം നിമിത്തം നിന്നിന്ന് ഒഴുകിപ്പോയ ആരോഗ്യത്തെ നിന്റെ ശരീരത്തിൽ വരുത്തും. 3, അവൻ നിന്നെ സൗഖ്യം ആക്കും.
ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ചില ഇന്നർ ഹീലിംഗ്, ചില ആന്തരിക സൗഖ്യങ്ങൾ, ചില ശാരീരിക സൗഖ്യങ്ങൾ, ചില മാനസിക സൗഖ്യങ്ങൾ. ചിലരുടെ മേൽ സൗഖ്യം വെളിപ്പെടുകയാ, ചിലരുടെ മേൽ സൗഖ്യം വ്യാപരിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കൈയൊന്ന് കാണട്ടെ, താത്തിട്ടാണ്. ഇനി ശ്രദ്ധിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇന്ന് രാവിലെ 5 മണിക്ക് ഉറപ്പ് തന്നു, ചിലരെ ഞാൻ സൗഖ്യം ആക്കും. നിനക്ക് ചില രോഗങ്ങൾ ഉണ്ടോ എന്ന് പേടിക്കുന്നവരുണ്ട്, അതില്ല. കാരണം പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാ. ഇന്ന് പകൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സൗഖ്യം ശരീരത്തിൽ ഏറ്റെടുക്കണം, മനസ്സിൽ ആ സൗഖ്യം ഏറ്റെടുക്കണം, നിന്റെ കുടുംബ ജീവിതത്തിൽ ആ സൗഖ്യം ഏറ്റെടുക്കണം, നിന്റെ തലമുറമേൽ ആ സൗഖ്യം ഏറ്റെടുക്കണം. അത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി ഞാനൊരു കാര്യം പറയാം, വിശ്വസിച്ചാൽ ഏത് രോഗവും സൗഖ്യമാവും. ഒരാമയും വരുന്നില്ല. ഇന്ന് 2 കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒന്ന്, സ്തോത്രം, നിന്റെ രോഗം സൗഖ്യമാകും. 2, നിന്റെ മുറിവ് കെട്ടും. 3, ഇനി ഒരു ദുഷ്ടശക്തിയും നിന്റെ വീട്ടിൽ കയറാതെ നിന്റെ വാതിലിനെ അവൻ ഓടാമ്പല് കൊണ്ട് ഉറപ്പിക്കും. അതിനകത്ത് നിന്റെ മക്കളെ ദൈവം പേർ ചൊല്ലി അനുഗ്രഹിച്ചിരിക്കും. അപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ ചിന്തിച്ചു കഴിയുമ്പോൾ യോഗം തീരും. ഒന്നാമത്തെ കാര്യം, രോഗം സൗഖ്യമാകണം. 2, മുറിവ് കെട്ടണം. 3, വാതിലുകളുടെ ഓടാമ്പലുകളെ ദൈവം ഉറപ്പിക്കണം. ആമേൻ. ശ്രദ്ധിക്കണം. 1, അവൻ നിന്നെ സൗഖ്യമാക്കും. ഒന്ന് കൈ കൊടുത്ത് പറയാം, എന്നെ കർത്താവ് സൗഖ്യമാക്കും. വിശ്വാസമുള്ളവർ പറഞ്ഞാൽ മതി, അല്ലാത്തവർ എന്റെ മുഖത്ത് നോക്കി തന്നെ ഇരുന്നു. ഒന്നുകൂടെ കൈ കൊടുത്ത് പറയണം, എന്നെ കർത്താവ് ഇന്ന് പകൽ സൗഖ്യമാക്കും. അത് ഷുഗർ ആകട്ടെ, പ്രഷർ ആകട്ടെ, ഹാർട്ട് അറ്റാക്ക് ആകട്ടെ, കിഡ്നിയുടെ പ്രശ്നമാകട്ടെ, ലിവറിന്റെ ആകട്ടെ, പാൻക്രിയാസിന്റെ ആകട്ടെ, എന്തുമാകട്ടെ, ഇന്ന് പകൽ നിന്നെ അവൻ സൗഖ്യമാക്കും. എല്ലാ മെന്റൽ ഡിപ്രഷനും സൗഖ്യമാകും. എല്ലാ സ്കിൻ രോഗങ്ങളും സൗഖ്യമാകും. എല്ലാ അലർജിയും ഹീലാകും. എല്ലാ കിഡ്നി രോഗങ്ങളും, എല്ലാ ഹാർട്ട് രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ചമച്ച ഒരു സങ്കീർത്തനമാണ്. അതിനകത്ത് ദാവീദ് ഒരു കാര്യം നമുക്ക് പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തി തരിക. ആമേൻ. ചിലര് പറയാറുണ്ട്, ദാവീദ് എഴുതിയ സങ്കീർത്തനം നമുക്ക് എഴുതിയ, പരിശുദ്ധാത്മാവിൽ എഴുതിയാൽ അത് നമുക്ക് വേണം. ഒരാമയും വരുന്നില്ല. വേദപണ്ഡിതാക്കൾ അവകാശപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, വേദപുസ്തകം പല സ്ഥലങ്ങളിൽ ഇരുന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് പരസ്പര ബന്ധമില്ലാത്തവർ നിയോഗത്തിൽ എഴുതി വെച്ചതാണെങ്കിൽ അതിന്റെ പേരിൽ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെങ്കിൽ വേദപുസ്തകത്തിലെ ഒരു വാക്യവും മാറ്റാൻ പറ്റത്തില്ല. അത് ദൈവവചനം, ദൈവനിശ്വാസ്യമാണ്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം രോഗം സൗഖ്യമാകണം. നമുക്കെല്ലാം സൗഖ്യമാകാൻ താല്പര്യമുണ്ടല്ലോ. എനിക്ക് സൗഖ്യമാകാൻ താല്പര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രം രോഗമുള്ളൂ, എനിക്കുമുണ്ട്. ഞാൻ സൗഖ്യമാകുന്ന വചനം പറയുമ്പോൾ, ഞാൻ പാരസെറ്റമോൾ കഴിച്ചോണ്ട് തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭ്രാന്ത് സൗഖ്യമായിട്ടുണ്ട്. ദാ മിണ്ടുന്നില്ല. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ എനിക്ക് ഭയങ്കര തലവേദന. ഗ്ലോറി. ഞാനൊരാളെ വിട്ടേച്ച് പറഞ്ഞൊരു 10 പാരസെറ്റമോൾ വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞു. ഗ്ലോറി. കയറി യോഗം തീർന്നപ്പോ ഒരാൾ ഓടി വന്നിച്ച് പറഞ്ഞു, എന്റെ മോന് വട്ടാ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് അവൻ പുറവിട്ട് ഉരുണ്ട് വിട്ടുപോയി. സ്തോത്രം. 1 വർഷം കഴിഞ്ഞ് അവൻ എന്റെ അടുക്ക വന്നു, തുറക്കുന്നുണ്ടോ? അന്നത്തെ മീറ്റിങ്ങിനകത്ത് എന്റെ ഭ്രാന്ത് മാറിപ്പോയതാ. ഞാൻ ഓർത്ത് പാരസെറ്റമോൾ കഴിച്ച ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വട്ട് മാറിപ്പോയി. ഇങ്ങോട്ട് നോക്കാം, ഞാൻ വലിയൊരു കാര്യത്തിലോട്ടാണ് കൊണ്ടിരുന്നേ. സൗഖ്യം, നീ ഏത് മരുന്ന് കഴിച്ചാലും സൗഖ്യം ദൈവത്തിൽ നിന്നാ. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്താണ്. ഇനി വാക്യത്തിലേക്ക് വരിക. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽ പേപ്പറിൽ എഴുതിയതും നിന്റെ അടുത്തിരിക്കുന്നവർക്ക് അറിയാവുന്നതും, നിന്റെ ഭർത്താവിന് അറിയാവുന്നതും, നിന്റെ ഭാര്യയ്ക്ക് അറിയാവുന്നതും അറിയാത്തതുമായ രോഗങ്ങളെ ഇന്ന് കർത്താവ് തൊടും. മനുഷ്യന്റെ കൈ അല്ല ഇവിടെ തൊടുന്നത്, നിന്റെ രോഗത്തെ ദൈവം സ്പർശിച്ചിരിക്കും. നിന്റെ രോഗത്തിന്മേൽ കർത്താവിന്റെ ശക്തി ഇറങ്ങിയിരിക്കും. നിന്റെ രോഗത്തിന്മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചിരിക്കും. വേദപുസ്തകം പറയുന്നു, രോഗം സൗഖ്യമാകണമെങ്കിൽ മനസ്സ് തകരണം.
വലിയ പ്രയാസമാ. എന്ത് തകരണം? മനസ്സു തകരണം. ആമേൻ. എങ്ങനെയാ മനസ്സ് തകരുന്നേ? ഇന്ന് ചിലരൊക്കെ ഇവിടെ പൊട്ടിക്കരയും. ഇന്നൊരു സ്പെഷ്യൽ സെക്ഷനാ. മനസ്സ് തകരും. മഞ്ഞുമല ഉരുകുന്ന പോലെ ചില ഹൃദയങ്ങൾ ഉരുകും. ലോർഡ്, എന്നോട് കർത്താവ് പറയാം, നിന്റെ വിടുതന്റെ സമയമായതുകൊണ്ട് നിന്റെ മനസ്സ് തകർന്നിരിക്കൂ. നിന്റെ മനസ്സ് തകർന്ന് നിന്നെ തകർക്കാനല്ല, നീ സൗഖ്യമായ വാർത്ത കേൾക്കാനാ. ഈ സൗഖ്യമാകുന്ന പല രീതികളുണ്ട്. ചിലപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ വന്ന് നിങ്ങളുടെ തലയെ കൈവെക്കുമ്പോ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ സൗഖ്യമാവും. ഞാൻ കഴിഞ്ഞ 2 ദിവസം മാവേലിക്കര പ്രസംഗിച്ചു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കുവീൻ, അവർ സൗഖ്യമാവും. അതുപോലെ തന്നെ ശക്തമായൊരു വാക്യമാണ്, നിങ്ങളുടെ മനസ്സ് തകരണം. ആമേൻ. വേദപുസ്തകത്തിലൂടെ നമുക്ക് കയറാം. ആരുടെ മനസ്സ് തകർന്നിട്ടുണ്ടോ അവര് സൗഖ്യമായിട്ടുണ്ട്. ആമേൻ. എന്നോട് കർത്താവ് പറയാ, ചില മനസ്സിന്റെ തകർച്ചയ്ക്ക് എന്റെ ദൈവം പരിഹാരം ഉണ്ടാക്കാൻ പോകുകയാ. ഇന്ന് പകൽ നിനക്ക് വാക്തത്വമുള്ള നിന്നോട് ആ കർത്താവ് പറഞ്ഞ മനസ്സു തകര് കർത്താവിന്റെ അടുക്കൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കരയേണ്ടത് മനുഷ്യന്റെ മുമ്പിലല്ല. ഒരാമീൻ പറഞ്ഞാട്ട്. അനിവൃതന്റെ മുമ്പിൽ ആരും കരയരുത്. ഒരു ഉപദേശയുടെ മുമ്പിൽ ആരും കരയരുത്. കരയേണ്ടത് പ്രാർത്ഥനാ മുറിയില്ല. കരയണം, മനസ്സ് തകർക്കണം, രക്തം ചെയ്യാം. അത് നിങ്ങൾക്കറിയാമോ? കർത്താവിന്റെ സ്തോത്രം. മനസ്സ് തകർക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. ആരെയും കാണിക്കാനല്ല കരയേണ്ടി. ആമേൻ. ഒറ്റയ്ക്കിരുന്ന് കരയണം. കരയുമ്പോ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? തകരും. ബൈബിൾ പറയുന്ന, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം അവൻ നിരസിക്കുന്ന ദൈവം അല്ല എന്ന് പറഞ്ഞാൽ, നീ തകരാൻ തുടങ്ങിയാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം എഴുന്നേൽക്കും. 68 സങ്കീർത്തനം, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഇന്ന് പകൽ ഹൃദയം തകരാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാ. നിന്റെ സന്തതികളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനാ മുറിയിൽ നിന്റെ ഹൃദയം തകരട്ടെ. നിന്റെ രോഗസൗഖ്യത്തിനായി നിന്റെ ഹൃദയം തകരട്ടെ. വേദപുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ബൈബിളിൽ വായിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ. അവളെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നു. എൽക്കാനായിക്ക് 2 ഭാര്യമാർ. ഒരുത്തിയുടെ പേര് ഹന്ന, മറ്റവരുടെ പേര് പെനീന. പെനീനായിക്ക് മക്കളുണ്ട്, ഹന്നായിക്കോ എന്നും നിന്നാവാക്ക. ഇവളെ നോക്കിയ ഡോക്ടർമാര് പറഞ്ഞു, നിനക്കൊരു രോഗവുമില്ല. ഗ്ലോറി. നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളില്ല. വേദപുസ്തകത്തിൽ വായിക്കുന്നവൾ കരഞ്ഞു, പട്ടിണി കിടന്നു. ഒരു ദിവസം അവൾ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. 1 ശമൂവേൽ 1:12 വായിക്കുന്നു. ആമേൻ, കർത്താവിന് സ്തോത്രം. അവൾ അവളുടെ ഹൃദയം കർത്താവിന്റെ അടുക്കൽ പകർന്നു. നിങ്ങൾക്കറിയാമോ? അവൾ കരഞ്ഞു, ഹൃദയം തകർന്നു. വേദപുസ്തകത്തിൽ വായിക്കുന്നു, അന്ന് അവളുടെ മുഖത്തിന്റെ വാട്ടം മാറി. അതിനർത്ഥം എന്തുവാ? ആ തകർച്ചയിൽ അവളെ കർത്താവ് ഒന്ന് തലോടി. ഇന്ന് പകൽ എന്നോട് ദൈവം പറയാ, നിന്റെ നിന്ന മാറത്തക്കവണ്ണം, നിന്റെ അപമാനം മാറത്തക്കവണ്ണം എന്റെ കർത്താവ് നിനക്ക് മറുപടി തരാൻ പോകുകയാ. വിശ്വസിക്കാൻ കഴിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ അവൻ സൗഖ്യമാക്കും. എനിക്കറിയാം, ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ ചില ശരീരങ്ങളിൽ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ചിലരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ അവിടെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. അത്ഭുതങ്ങളിൽ അത്ഭുതകരമായി നീ സൗഖ്യമാകാൻ പോകുക. എന്നോട് യേശു പറയുന്നു, ചിലരുടെ വയറ്റിനകത്ത് നിന്ന് യൂട്രസ് ക്യാൻസറുകൾ സൗഖ്യമാകുന്നു, കിഡ്നിയും പാൻക്രിയാസും സൗഖ്യമാകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമാകുന്നു. ശ്രദ്ധിക്കണം, രോഗവുമുണ്ട്, രോഗാത്മാവും ഉണ്ട്. ഒരാമീൻ പറഞ്ഞാട്ട്. ഇന്ന് എന്നോട് കർത്താവ് പറയുന്ന ഒരു സന്ദേശം നിങ്ങളോട് പറയാം. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും.
ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, സാധാരണ സെക്ഷൻ പോലല്ല. ചിലരുടെ മനസ്സ് തകരുമ്പം അവർക്ക് പിടികിട്ടാത്ത പോലെ അവർ ചിലപ്പോൾ ആരാധിച്ചെന്നിരിക്കും. അതിന്റെ കാരണം അതൊരു വലിയ സത്യം പറയാം, നീ സൗഖ്യത്തിലേക്ക് നടത്തപ്പെടുക. നീ എപ്പോഴും ഓർക്കണം, വേദപുസ്തകത്തില് തിമായിയുടെ മകനായ ബർത്തിമായി സൗഖ്യമാകാൻ കാരണം എന്താ? ഒരു കാരണമല്ല, അവൻ ഒറ്റ ഹൃദയം തകർന്നു ഒരു വിളി വിളിച്ചു. നിന്റെ പ്രാർത്ഥനയെ കണ്ണുനീരിനെയും വാക്കുകൊണ്ട് ഒതുക്കാൻ ശ്രമിക്കുന്ന പ്രമാണിമാരുടെ മുമ്പിൽ സാഹചര്യം നോക്കാതെ നിലവിളിക്ക്. നിന്റെ നിലവിളിക്ക് നസ്രായൻ നിൽക്കും. നീ സൗഖ്യത്തിന്റെ അടുക്കല, നീ അത്ഭുതത്തിന്റെ അടുക്കല, നീ വിടുതലിന്റെ അടുക്കല, നീ വിജയത്തിന്റെ അടുക്കല. ചില രോഗത്തിന്റെ മുഖങ്ങൾ പൊട്ടട്ടെ. ഒടിയ ബാധ പോലെ കുടുംബങ്ങളെ കാർന്നു തിന്ന രോഗാത്മാവ് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ഇതിനകത്ത് വരുമ്പോൾ നീ തീരുമാനിക്കണം, നീ സൗഖ്യമായിരിക്കും. ഈ പടി കയറുമ്പോ പറഞ്ഞുകൊണ്ട് കാരണം ഞാൻ സൗഖ്യമായിരിക്കും. കാരണം ഇതിന്റെ നടുവിൽ ദൈവം നടക്കുന്നുണ്ട്. നിന്റെ രോഗത്തെ അവൻ സൗഖ്യമാകാതെ പോകത്തില്ല. നിന്റെ രോഗത്തെ അവൻ തൊടാതെ വിടത്തില്ല. നിങ്ങളിൽ പലരും അടുത്ത ദിവസം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ രോഗം അവിടെ കാണത്തില്ല. നിന്റെ ശരീരത്ത് പ്രത്യക്ഷമായ അടയാളത്തോടെ വിടുതൽ ഇന്ന് പകൽ സംഭവിക്കും. ഒരാമീൻ പറഞ്ഞാട്ടെ. പക്ഷെ വേദപുസ്തകം പറയാ, ചിലരുടെ ഹൃദയം, ചിലരുടെ മനസ്സ് തകരാത്ത മനസ്സാ. ഒരാമീൻ പറഞ്ഞാട്ടെ. മനസ്സ് തകരണം. എവിടെ തകരണം? കർത്താവിന്റെ അടുക്കൽ തകരണം. ആമേൻ. തകർന്നൊന്ന് കരഞ്ഞു നോക്കിക്കേ. നിന്റെ രോഗത്തെ ബലൂണിന്റെ കാറ്റടിച്ച് വിടുന്ന പോലെ നിന്റെ രോഗം സൗഖ്യമായിക്കൊണ്ടിരിക്കും. എന്നോട് കർത്താവ് പറയാ, ഇതുവരെ നടക്കാത്ത ചിലത് ഇന്നത്തെ ആരാധനയ്ക്കകത്ത് എന്റെ കർത്താവ് വയറ്റിനകത്തുനിന്ന് മുഴകൾ മാറിപ്പോകുന്നു. നെയിം ഓഫ് ജീസസ്. ചുരുടെ കയറി പറയാം, വയറിനകത്തുനിന്ന് മുഴകൾ മാറിപ്പോകുന്നു. ഈ നിമിഷം തന്നെ ശ്വാസം മുട്ടലുകൾ മാറിപ്പോകുന്നു. സ്കിൻ രോഗങ്ങൾ മാറിപ്പോകുന്നു. അലർജികൾ മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കേൾവി ശക്തികൾ തിരിച്ചു വരുന്നു. എനിക്കറിയത്തില്ല, ഭയങ്കര സൗഖ്യം നിന്റെ ശരീരത്തിലൂടെ ദൈവകൃപ ഒഴുകി ഇറങ്ങുക. മെഡിക്കൽ സയൻസ് തള്ളിയ ചിലരെ എന്റെ കർത്താവ് തൊടുകയാ. ഇതാ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ. ഈ കർത്താവായ യേശു ഭൂമിയിൽ വന്നത് എന്തിനാന്ന് പല പ്രവചനങ്ങളുണ്ട്. അതിനകത്ത് യെശയ്യാവ് പ്രവചിച്ചൊരു പ്രവചനം നമ്മൾ ശ്രദ്ധിക്കും. ആ പ്രവചനം ശ്രദ്ധിച്ചേ. 61 അധ്യായം 1-2 വാക്യങ്ങൾ. യെശയ്യാ ചാപ്റ്റർ 61 വേഴ്സ് 1-2 വായിച്ചു കേട്ടെ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അടുത്തത്, യഹോവയായ കർത്താവിന്റെ ആത്മാവിന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും. ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടാൻ, തടവുകാർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും കൽപ്പിക്കാൻ, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും, ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിപ്പാനും, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല. അവിടെ ഒരു മിനിറ്റ് നിൽക്കണം. പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുക. പിതാവ് പുത്രനെ അഭിഷേകം ചെയ്തത് നിന്റെ വെണ്ണീറിന് പകരം നിനക്ക് അലങ്കാരമാല വരാൻ. പഴയ നിയമത്തിലെ ഒരു പരിപാടിയുണ്ട്. ഉപവാസം ഇരിക്കുമ്പോ രട്ടിലും വെണ്ണീറിലും ഇരിക്കും. രട്ടിലും വെണ്ണീറിലും കറുത്ത പറുത പൊതച്ച്. ഗ്ലോറി. ആമീൻ. ദൈവത്തിന് സ്തോത്രം. വെണ്ണീറിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം പഴയ നിയമത്തിലുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുക, നീ ഇരിക്കുന്ന വെണ്ണീർ നിനക്കവൻ അലങ്കാരമാലയാക്കും. ഒരാമീൻ വരുന്നില്ല. നിന്ന്
സഹിച്ച് മടുത്ത നിന്നോടാ ദൂത്. നിന്റെ വെണ്ണീരിനെ അലങ്കാരമാലയാക്കാൻ കഴിയുന്ന കർത്താവ് അവൻ ഇതിന്റെ നടുവിലുള്ളത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. എവിടൊക്കെയോ കർത്താവ് ചിലവൊക്കെ തൊടുകയാ, എവിടൊക്കെയോ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാ, എവിടൊക്കെയോ പരിശുദ്ധാത്മാവ് ചിലവൊക്കെ വെളിപ്പെടുത്താൻ പോവാ. ശ്രദ്ധിച്ചു കേട്ടെ, ദൂതിലേക്ക് വരിക. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിച്ചേ. 62:2. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. നിന്നെ ഇനി അസൂബ എന്ന് വിളിക്കും. യെശയ്യാ ചാപ്റ്റർ 66 66-ന്റെ 2-ാമത്തെ വാക്യം. എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി, എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്ന ഇതൊക്കെ ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഒരാമീൻ പറയണം. എന്നോട് കർത്താവ് പറയാ, ഇന്ന് ചില മനസ്സുകൾ തകർന്നേ പറ്റൂ. ഒരാമീൻ പറഞ്ഞാട്ട്. കല്ലായുള്ള ചില ഹൃദയങ്ങൾ ഉടഞ്ഞേ പറ്റൂ. മനസ്സു തകർന്നാൽ നിന്നെ സൗഖ്യമാക്കാതെ കർത്താവ് ഇവിടുന്ന് പോകത്തില്ല. ഇന്ന് പകൽ അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, മനസ്സൊന്ന് തകർത്തോളാൻ പറ. മനസ്സു തകരുമ്പോൾ സൗഖ്യത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. എന്നോട് ദൈവം പറയാ, ഇന്ന് ഈ ഓഡിറ്റോറിയം വിടുന്നതിന് മുമ്പ് നീ സൗഖ്യമായി എന്നുള്ള ഉറപ്പ് നിനക്ക് ദൈവം തരും. അവന് എത്ര നാളായി നിന്റെ കാലിന് പ്രയാസം തുടങ്ങിയിട്ട്? കുറച്ച് ദിവസം ഞാൻ ഗുളിക കഴിച്ചാൽ ജോലിക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഹാഫ് ഡേ ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരിയാ നടക്കുന്നേ. വലിയ പാടായിരുന്നു, വലിയ പാടാ. ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ, ഇപ്പം നിന്നെ ഓടിക്കാൻ പോവാ. നിന്റെ മുഴുവൻ രോഗം ഇപ്പം മാറ്റുക. അവനെ ചിരിക്ക്. ചിരി ഫ്രീയാ. ചിരിക്കുന്നതിനോട് ഒരു പൈസയും കൊടുക്കണ്ട, ഫ്രീയാ. ഇപ്പം കർത്താവ് നിന്നെ വിടുവിക്കാൻ പോവാ. ദ നെയിം ഓഫ് ജീസസ്. അവൻ എന്തിയാ നിൽക്കുന്നത്? ഒരു കാലം മേപ്പോട്ട് വെച്ചാ നിൽക്കുന്നത്. കാരണം അവൻ്റെ ഇവിടുന്ന് തുടങ്ങിയ പ്രശ്നമാണ്. ഇവൻ്റെ കാലിൻ്റെ 10 വരെ അവൻ നീരും കഴപ്പും വേദനയും ഉള്ളവനത്രേ. പക്ഷെ യേശുവിനെ തൊടാൻ പോവാ. ഹീലിംഗ് പവർ, ബ്ലഡ് ഓഫ് ജീസസ്. ഒരു ചെറിയ സോള പാടാൻ. ഹീലിംഗ് പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പം നീയേ, യേശു ജീവിക്കുന്നു. അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവിന്റെ ശക്തി. അങ്ങേ ഞാൻ ആരാധിക്കും. ഇനി ഒരു സാക്ഷ്യം കേൾക്കണ്ട, നിങ്ങൾ കണ്ടോണ്ട് നിൽക്കുക. ബ്രദറെ, എന്താ സംഭവിച്ചേ? കുറെ നാളുകളായിട്ട് എനിക്ക് നടുവിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പം എൻ്റെ വൈഫ് എൻ്റെ കുഞ്ഞോട് ഇരിപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് ഹാഫ് ഡേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ് മറ്റേ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് ഹാഫ് ഡേ അല്ലെന്ന് പൈസ കുറേ പൈസ എനിക്ക് തരുന്നുള്ളായിരുന്നു. കാരണം എനിക്കതുപോലെ വയ്യായിരുന്നു. അപ്പോൾ രാജു എൻ്റെ വൈഫ് പറഞ്ഞു, എന്നാൽ അടുത്ത വീട്ടിൽ ആരാധനയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ജീസസ് വയസ്സിൽ ഇന്ന് പോകുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസമാണ്, എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും എന്ന് പറഞ്ഞു. വിശ്വാസത്താല് അവന്റെ രോഗം ദൈവം കാണിച്ചു തന്നെ ഈ സ്റ്റേജിൽ നിന്ന്. നിങ്ങൾ കൺമുമ്പിൽ കണ്ടു അവനെ യേശു സൗഖ്യമാക്കിയത്. ഇപ്പൊ ഒരു വേദനയില്ല, ഇല്ല, ഒന്നുമില്ല. ആൾ മാറിയതുപോലെയായി. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നില്ലേ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? നിങ്ങൾ 2 കൈകളും ചേർത്ത് പിടിക്കുക. മുഴങ്കാലിൽ നിൽക്കാമെങ്കിൽ നിൽക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ലവ് യു ഫാദർ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടുന്ന രോഗങ്ങൾ, അവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ, അവരെ അലട്ടുന്ന ശാപങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവേ. ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ ഒരു സൗഖ്യം അവരുടെ മേൽ നടക്കട്ടെ, ഒരു അത്ഭുതം നടക്കട്ടെ. കടക്കണികൾ പൊട്ടട്ടെ, മദ്യപാനങ്ങൾ മാറട്ടെ, പിശാചിന്റെ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.